എക്സ്പെൻഡിച്ചർ, ദെൻ സേവിങ്, ദെൻ ഇൻകം. ഇപ്പം 9,000 ആണെന്ന് വയ്ക്കുക, 9,000 ആണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സേവിങ് 4,500 ഇൻകം. ഇത് രണ്ടും തന്നാൽ ഇതിനോട് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള ഉദ്ദേശം ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഒരു 7% കൂടിയെന്ന് പറയുന്നുണ്ട്. പഴയ ഇൻകം ഒരു 14% കൂടിയെന്ന് പറയുന്നുണ്ട്. സോ ഈ നമ്പേഴ്സിനെ ഞാൻ ഈ നമ്പർ ഇങ്ങനെ എഴുതാതെ ഞാൻ എന്ത് ചെയ്യുക, ഇവരെ ചെറുതാക്കും. അപ്പോൾ എല്ലാത്തിനും 2 0 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 45 ആവും, ഇത് 135 ആവും, ഇത് എത്ര ആവും, 90 ആവും. എല്ലാത്തിനും 2 0 വെച്ചാൽ വെട്ടിക്കളഞ്ഞു എന്ന് വെച്ചാൽ ചെറുതാക്കി നമ്പറുകളെ. ഓക്കെ, അപ്പോൾ ഇതെന്താവും, ഇത് 90 ഇൻറ്റു 7% കൂടിയെന്നല്ലേ. സോ 7% കൂടിയെന്ന് വയ്ക്കുമ്പോഴത്തേക്കും എത്ര, 90ൻ്റെ 7% എന്ന് പറയുമ്പം 7% കൂടിയതാണ്. അപ്പം 107/100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 96.3 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ അതുപോലെ 14% കൂടിയെന്ന് പറയുന്നത്. അപ്പോൾ എത്ര, 135 ഇൻറ്റു 114/100 വിച്ച് ഈക്വൽ ടു എത്ര വരും, 135 ഇൻറ്റു 1.14 വിച്ച് ഈസ് ഈക്വൽ ടു 153.9 കിട്ടും. ഇനി സേവിങ്സ് ഇട്ട് അറിയാലോ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇവിടുത്തെ വാല്യൂ ഇപ്പോൾ എത്ര കിട്ടും, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 96% കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 57.6 കിട്ടും. ഇത് 3 വരും. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സേവിങ്സിൻ്റെ ഇതുപോലെ സേവിങ്സിൻ്റെ ഇവിടെ വന്ന മാറ്റം എന്താണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഫൈനൽ വാല്യൂ അറിയാം, ഇനിഷ്യൽ വാല്യൂ അറിയാം, ദെൻ ഇവിടെ വന്ന ആ ഒരു ചേഞ്ച് എത്രയാണെന്ന് ചോദിക്കുന്നത്. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ഫൈനൽ വാല്യൂ ബൈ ഇനിഷ്യൽ വാല്യൂ ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും നമ്മൾ 100 എടുത്ത് കൈ വെച്ചിരുന്നു, അല്ലെങ്കിൽ എല്ലായിടത്തും 100 ഉണ്ട്. അതുപോലെ തന്നെ ആ 100 അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഇവിടെ എല്ലായിടത്തും യഥാർത്ഥത്തിൽ ഈ സംഖ്യകളല്ലേ നമ്മൾ എടുത്തത്. ഈ സംഖ്യകളെല്ലാം യഥാർത്ഥത്തിൽ ഒരു 100ൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 107/100 ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പെർസെൻറ്റേജിലോട്ട് അല്ലെങ്കിൽ ചെറിയൊരു നമ്പറായിട്ട് ഈ നമ്പറുകളിലും യഥാർത്ഥ വാല്യൂലോട്ട് പോകുകയാണെങ്കിൽ ഒരു 100 കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ 100 ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഈ നമ്പറിനകത്ത് 100 ഉണ്ട്, ഈ നമ്പറിനകത്ത് 100 ഉണ്ട്, ഈ നമ്പറിനകത്ത് 100 ഉണ്ട്. സോ ഈ 100 വെട്ടി പോകും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അതാണ് നമുക്കൊരു ഇങ്ങനെ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അല്ലെങ്കിൽ ഒരു എറർ വരാത്തത്. പക്ഷേ ഇവിടുത്തെ അല്ലെങ്കിൽ ഈ നിലവിലുള്ള സേവിങ്സ്, ഒറിജിനൽ സേവിങ്സ് എത്രയാണെന്ന് വെച്ചാൽ 57.6 നമ്മൾ 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ.